എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു വീക്ക് ഡേ മോർണിംഗ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ശ്രീഹരിക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോയാൽ മതി. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കരുതി ഞാൻ ഒരു വീക്ക് ഡേ ഇന്ന് കുറച്ച് സമയമുണ്ടല്ലോ, അപ്പം ഒരു വീക്ക് ഡേ ഒരു മോർണിംഗിലെ കുറച്ച് തിക്കും തിരക്കൊക്കെ കാണിക്കാമെന്ന്. അപ്പം ഇന്ന് ആക്ച്വലി ഞാൻ വിചാരിച്ചിരിക്കുന്നത് ദോശ സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വീക്ക് ഡേയ്സിൽ മിക്കവാറും സാമ്പാർ ഉണ്ടാക്കും. കാരണം നമുക്ക് ചോറ് കൊണ്ടുവന്ന ദിവസമാണെങ്കിലും സാമ്പാർ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്ക് അത് എളുപ്പമാണ്. ഉച്ചയ്ക്കും ഒരു കൂട്ടാൻ അതാവും, രാവിലത്തേക്കും അതാകും, ഉച്ചക്കത്തേക്കും അതാകും. അപ്പം ഞാൻ വിചാരിച്ചു സാമ്പാർ ഉണ്ടാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ ദോശ, ഉച്ചയ്ക്ക് ഒരു വാഴക്കൊമ്പ് തോരനും പിന്നെ ഒരു ചീരപ്പച്ചടിയും. ഇതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ തലേദിവസമേ എല്ലാം ആക്കി വെക്കും. എന്ന് വെച്ചാൽ തലേദിവസമേ എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെക്കും. അപ്പം നമുക്ക് ഈ അരിയുന്ന പ്രോസസ്സാണല്ലോ കുറച്ച് ടൈം കൺസ്യൂമിങ്. ബാക്കി വേകുന്നതൊക്കെ എളുപ്പം. കുക്കറിൽ സാമ്പാർ വേഗം പരിപ്പും ഇതൊക്കെ ഇട്ട് വേവിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബാക്കിയെല്ലാം നമുക്ക് വേഗം ആകും. പക്ഷേ ഈ സാമ്പാറിനൊക്കെ ആണെങ്കിലും കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുക്കുക, തോരന് അങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നൊക്കെ പറയുന്നതാണ് കുറച്ച് നമ്മുടെ ഈ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരുക്കലാണ്. അതങ്ങ് തലേദിവസം രാത്രി ആക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് വേഗം രാവിലെ ഇതെല്ലാം കുക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. എനിക്കെപ്പോഴും എളുപ്പം അതാണ് തോന്നിയിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൂമ്പ് തോരനൊക്കെ റെഡിയാക്കി തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീരയുടെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു അബദ്ധം പറ്റുള്ളൂ. ചീര തോരന് വേണ്ടിയിട്ട്, ചീര പച്ചടിക്ക് വേണ്ടിയിട്ട് ചീര സാധാരണ എനിക്ക് തലേദിവസങ്ങളിൽ ചീര കിട്ടുന്നതാണ്. ഇന്ന് പക്ഷേ എനിക്ക് ഇന്നലെ ചെയ്തിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നാണ് എനിക്ക് ചീര മാത്രം ഒന്ന് കഴുകി എല്ലാം ഒരു ഇച്ചിരി ഇന്ന് സമയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് പക്ഷെ പച്ചടിക്ക് ഒത്തിരി വേണ്ട, ശകലം മതി. തോരൻ പോലെ അത്രയും വേണ്ട, പച്ചടിക്ക് ഒരു ശകലം മതി. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചു ചായ ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൂടെ അങ്ങ് വേവിക്കാൻ വയ്ക്കാം. അതിനകത്ത് പാല് മാറ്റിയിട്ട് നമുക്ക് അരി വയ്ക്കാം. അപ്പോൾ നമുക്ക് പരിപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ എൻ്റെ ഒരു കണക്ക് എപ്പോഴും ഒരു 2 പിടിയാണ് സാമ്പാർ പരിപ്പ് വെക്കുന്നത്. ഞാൻ സാമ്പാർ വെക്കുമ്പോൾ എടുക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ പരിപ്പിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ ചായക്കുള്ള വെള്ളവും കൂടെ ഞാൻ വെക്കുകയാണ്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ മുരിങ്ങയ്ക്ക ഇപ്പോൾ ചേർക്കുന്നില്ല. കാരണം മുരിങ്ങയ്ക്ക നമുക്ക് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കാം. അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. ബാക്കിയുള്ളതെല്ലാം നമുക്കിതിനകത്തേക്ക് ആക്കി കൊടുക്കാം. പിന്നെ കുറച്ച് മത്തങ്ങ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി, ഇത് മുഴുവനുമില്ല, ഇത് ഞാൻ കുറച്ച് ഇങ്ങനെ ഞാൻ അരിഞ്ഞ് വെച്ചാണ്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതെ, അപ്പോൾ 2 or 3 പച്ചമുളകും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സാമ്പാർ എനിക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലത്തേക്കും 3 നേരം ഞങ്ങൾ മിക്കവാറും സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം എടുക്കും. കാരണം സാമ്പാർ ഇവിടെ ഇഷ്ടമായതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കും, ഉച്ചയ്ക്കും എടുക്കും, പിന്നെ രാത്രിയിലത്തെ ഡിന്നറിനും എടുക്കും. ദോശയാണെങ്കിൽ എന്തിൻ്റെ കൂടെ ആണെങ്കിലും എടുക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചായക്ക് അവിടെ നമ്മുടെ ചായപ്പൊടി ഇട്ടു. പിന്നെ ഇതിനകത്ത് എല്ലാം മിക്കവാറും ഉള്ള എൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പടവലങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ എല്ലാം ഉണ്ട്, വെണ്ടയ്ക്ക ഒഴിച്ച്. മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, സബോള ഇതെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെന്താ, അപ്പം ചായ ഞാൻ ആ സമയത്ത് ചായക്ക് വെള്ളം തിളച്ചതുകൊണ്ട് ചായ ഞാൻ ഇടുകയാണ്.
ഞാൻ 1 ഗ്ലാസ് പാല് 1.5 ഗ്ലാസ് വെള്ളം, ഇതാണ് എൻ്റെ ചായയുടെ കണക്ക്. അപ്പം അത് ഞാനിട്ടു. ഇതിനകത്ത് ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടാണ് ഞാൻ വേവിക്കുന്നത്. അതങ്ങ് വേവിച്ച് ഒരു 3 വിസിലൊക്കെ, ഒരു 3-4 വിസിലൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട്, എനിക്ക് പരിപ്പൊക്കെ കുറച്ചിങ്ങനെ വെന്ത് ചേർന്നിരിക്കുന്നതാണ് ഇഷ്ടം, പരിപ്പ് ഇങ്ങനെ കിടക്കുന്നതിനേക്കാട്ടിലും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു 3-4 വിസിലൊക്കെ അടുപ്പിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുളി വെള്ളത്തിലിടണം, വാളംപുളി. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചു. അപ്പോഴത്തേനും ചായ റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ എടുത്തിട്ട് പുളി വെള്ളത്തിലിടാമെന്ന്. അപ്പോൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പുളി വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകി ഇട്ട് വേണം പുളി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇത്രയാണ് ഞാൻ മിക്കവാറും ഈ ഒരു വലുപ്പമാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം നമുക്ക് ആ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് പുളി വെള്ളത്തിലിടാം. അപ്പം ഇതിന് ചെറിയ ചൂടേ ഉള്ളൂ വെള്ളത്തിന്. അപ്പം നമ്മൾ ചായ ഇട്ടു, സാമ്പാറിനുള്ളത് വെച്ചു. ഇനി പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അരി ഇടണം. അപ്പം നമുക്ക് അരി കഴുകിയിടണം. അപ്പം ആ 2 കാര്യം ആകുമ്പോഴത്തേനും ഒരു സമാധാനം കിട്ടും. കാരണം അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അരിയാണല്ലോ കുറച്ച് താമസമുള്ളത്. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്ന് വേകണം, അതാണ് ഒരു സമയമുള്ളത്. ചായ കുടിച്ചുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ എനിക്ക് ഇത് രണ്ടും കൂടെ ആകുമ്പോൾ കൂടുതൽ ഭയങ്കര രാവിലെ വെറും വയറ്റിൽ ഭയങ്കര ക്ഷീണം തോന്നിക്കുന്നു. അതാണ് ഞാൻ മെയിനായിട്ടും ഈ ഒരു പരിപാടി ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാനിങ്ങനെ ചെയ്തിരുന്നു, ഈ രാവിലത്തെ ഒരു വീക്ക് ഡേ മോർണിംഗ് റുട്ടീൻ. പിന്നെ ഞാൻ നിർത്തേണ്ട കാര്യം നമുക്ക് ഓവറായിട്ട് ക്ഷീണമാകും. അതുകൊണ്ട് ഈ രാവിലത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇരിക്കും. ഈ രാവിലത്തെ ആ ക്ഷീണം കൊണ്ട് ചായ കുടിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം അങ്ങനെ ഇരിക്കും, നമുക്ക് സമയം പോകുന്നതും അറിയത്തില്ല. രാവിലെ എണീറ്റുള്ള ആ ഒരു ഇതല്ലേ. അപ്പോൾ മാക്സിമം ഞാൻ രാവിലത്തെ ഇങ്ങനെ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിലും രാവിലെ ഇങ്ങനെ റെഡിയാക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒറ്റ സ്ട്രെച്ചിന് തീർക്കാൻ ശ്രമിക്കും. ഞാൻ ഇരിക്കത്തില്ല. ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരിക്കും, ഇനി നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം എപ്പോഴും ഞാൻ രാവിലെ ആ ഒരു സമയം കൊണ്ട് ചായ ഒന്നും ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇരുന്നൊന്നും കുടിക്കാറില്ല, ഇതിൻ്റെ കൂട്ടത്തിലേ കുടിക്കാറുള്ളൂ. എനിക്ക് പണി വേഗം തീരത്തില്ല. കോവിഡിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പോകണമല്ലോ. ഇതുപോലെ 5 days ഒന്നും അല്ല, വീക്ക്ലി 3 days പരിപാടി, അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സ് പരിപാടീസ് ഒന്നുമില്ല. 5 days പോകണം. 9 hours ഓഫീസിലിരിക്കണം. 9 hours ഓഫീസിൽ വേണം. അപ്പോൾ രാവിലെ 8:30 ആകുമ്പോഴത്തേനും 8 മണി 8:30 ആകുമ്പോഴത്തേനും സകല പരിപാടിയും ഞാൻ തീർത്തുകൊണ്ടിരുന്നതാണ്. കോവിഡിന് ശേഷമാണ് ഇതുപോലൊരു മടി വന്നത്. അത് കോവിഡിന് ശേഷം കുറേ നാൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അത് കഴിഞ്ഞ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതുപോലെ വീക്ക്ലി 3 days ആയി. അതുപോലെ 9 hours അവർക്ക് അവിടെ ഇരിക്കേണ്ട. അങ്ങനൊരു ടൈമിൻ്റെ കാര്യത്തിൽ ആ ഒരു സ്ട്രിക്ട്നെസ് വിട്ടു. അപ്പം എന്നിട്ട് ഇപ്പം രാവിലെ എണീറ്റ് ആ ഒരു സമയത്ത് ഇത് ആലോചിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ കാര്യമൊന്നും, വർക്ക് ഫ്രം ഹോം കാര്യമൊന്നും. എല്ലാ ദിവസവും രാവിലെ 5-5:30 ആകുമ്പോൾ 5:30 ആകുമ്പോൾ, അന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സമയം വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ട. അപ്പോൾ ഒരു 5:30-5:45 ആകുമ്പോൾ എണീക്കണം. എണീറ്റിട്ട് ഇതെല്ലാം റെഡിയാക്കി ഇത്രയും എനിക്കൊരു സ്പീഡ് ഇല്ല. ഇപ്പം എനിക്കങ്ങനെയല്ല. ഞാനിപ്പോൾ ഒരു 8:30 ആകുമ്പോൾ എല്ലാം റെഡിയാക്കണമെങ്കിൽ എനിക്കൊരു ഇപ്പം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എണീറ്റ് കഴിഞ്ഞാൽ 7 മണി ആകുമ്പോഴത്തേനും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 8:30 ആകുമ്പോഴത്തേനും ഈ പരിപാടിയൊക്കെ തീരും. ഇതുപോലെ വീഡിയോ എടുപ്പൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ആ ഒരു സ്പീഡ് വന്നു. അന്ന് എനിക്ക് ആ ഒരു സ്പീഡും ഇല്ല. പക്ഷെ ഞാൻ 5:30 മുക്കാലാകുമ്പോൾ എണീറ്റ് ഇതെല്ലാം റെഡിയാക്കി 6:30 ആകുമ്പോൾ ഒരു 8:30 ആകുമ്പോഴത്തേനും സ്വീകരിക്കാൻ ഇറങ്ങണം. കാരണം 9 hours ഇരിക്കേണ്ടതുകൊണ്ട് 9 മണി ആകുമ്പോഴത്തേനും സ്വൈപ്പ് ചെയ്യണം. സ്വൈപ്പ് ചെയ്താലേ നമുക്ക് നേരത്തിന് വീട്ടിലെത്താൻ പറ്റുള്ളൂ വൈകിട്ട്. അതുകൊണ്ടപ്പം നേരത്തെ പോകണം.
സന്ധ്യയ്ക്ക് മുമ്പ് ഒരു ഒത്തിരി രാത്രി ആവുന്നതിന് മുമ്പ് എത്തണമല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ കോവിഡിന് ശേഷം ഇതെല്ലാം മാറി വർക്ക് ഫ്രം ഹോമായി. അപ്പോഴത്തേനും ഒന്നുകൂടെ മടിയായി, അസുഖങ്ങളായി, ഇരിപ്പ് കൂടിയപ്പോഴത്തേനും. അത് കഴിഞ്ഞ് ഇത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തൊരു മടിയാണെന്നറിയാമോ? രാവിലെ ഓരോ ദിവസം രാവിലെ എനിക്ക് ഇതെല്ലാം ചെയ്താൽ പോരെ. എല്ലാ ദിവസവും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിതരായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പം ഇവിടെ പോകുന്നുണ്ട്. ഇനിയും എനിക്കിപ്പോൾ ഇച്ചിരി 7 മണിക്ക് തുടങ്ങിയാൽ മതിയെങ്കിൽ, അപ്പം ചില ദിവസങ്ങളിൽ, ചില മാസങ്ങളിൽ, ചില ദിവസങ്ങളിൽ ഇവിടെ കുറച്ചുകൂടി ദൂരമുള്ള ഒരു ഓഫീസുണ്ട്. അവിടെ പോവുകയാണെങ്കിൽ രാവിലെ ഫുഡും കൊണ്ട് പോയാലേ പറ്റത്തുള്ളൂ. കാരണം ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ കൂടുതൽ ട്രാവൽ ഉണ്ട് അങ്ങോട്ട്, ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും. അപ്പം അവിടെ പോകുന്ന ദിവസം അത് നേരത്തെ ഇവർ പറയും ആ ദിവസങ്ങളിലൊക്കെ അവിടെ ചെല്ലണമെന്ന്. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ചുകൂടെ കൂടുതൽ നേരത്തെ എണീറ്റ് നേരത്തെ എല്ലാം സെറ്റ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, കോവിഡിന് മുമ്പ്, ഇപ്പോഴല്ല, ഞാൻ മിക്കവാറും ഇപ്പോൾ ആലോചിക്കും, ഞാനിതെല്ലാം ഡെയിലി ആഴ്ച 5 ദിവസം ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം 1-2 ദിവസം ചെയ്യുന്ന കാര്യം ഓർക്കുമ്പം മടി വരും. ഞാൻ അരി ഇട്ടു. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ട് വാഴക്കൊമ്പ് ഞാനെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി തോരനാക്കാം. പിന്നെ ഇനി ചീര പച്ചടി വെക്കണം. എനിക്ക് ചീര ഇന്ന് കൂട്ടിയേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഇന്ന് ചീര കൂട്ടണം. കുറച്ച് ദിവസമായി ചീര ഇപ്പോൾ എനിക്കൊന്ന് മഴ ആയതുകൊണ്ടായിരിക്കും ചീര അധികം കിട്ടുന്നില്ല. മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കുന്നത്. ഇന്നതൊന്ന് ചീര കൂട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെയും കഴുകി വൃത്തിയാക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേനൊരു ചെറിയ മടിയുണ്ട്. ഞാൻ സാധാരണ അതെല്ലാം രാത്രി ചെയ്ത് വെക്കുന്നതാണ്. എനിക്കത് ഇന്നലെ കിട്ടാഞ്ഞതുകൊണ്ട്, ഇന്നലെ കൂട്ടേണ്ടതാണ്. ഇന്ന് സാധാരണ ഞാൻ വിചാരിച്ച മത്തങ്ങ പച്ചടി വെക്കാമെന്ന്. കാരണം ഇന്നലെ രാവിലെ വിചാരിച്ചത് കിട്ടുവാണെങ്കിൽ, കാരണം ഇത് ചീര ഇന്നലെ കൂട്ടുവാണെങ്കിൽ ഇന്ന് സാമ്പാറും തോരനും മത്തങ്ങ പച്ചടിയും വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ചീര കിട്ടാത്തത് കൊണ്ട്, ഇതാണ് ഇന്നത്തേക്ക് ആക്കിയത് കൊണ്ട് എനിക്കിന്ന് ചീര വൃത്തിയാക്കണം. അതൊരു ടാസ്ക്കാണ്. അതായി കിട്ടും പെട്ടെന്ന്. അതെനിക്കത് മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് നമ്മൾ എടുക്കണ്ടേ. ഇത് ഇച്ചിരി പാടല്ലേ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വെന്ത് വിസിലടിച്ചു. ഞാനൊരു 3-4 വിസിലടിപ്പിക്കും. അപ്പോൾ പരിപ്പും കഷ്ണമൊക്കെ വേവുമല്ലോ. അപ്പം അത് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. തോരനും കൂടെ ആക്കി വെച്ചിട്ട് നമുക്ക് ചീര റെഡിയാക്കാൻ പോവാം. അപ്പം നമുക്ക് എളുപ്പം ചെയ്യാമല്ലോ. പിന്നെ ദോശ ഇട്ടാൽ മതി. ഇത്രേ ഉള്ളൂ പരിപാടി. പിന്നെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, തോരന് സാധാരണ ഞാൻ കൂമ്പ് തോരനൊക്കെ വെക്കുമ്പം നോർമൽ ഇപ്പം സമയം ഉണ്ടെങ്കിൽ ഇത് തേങ്ങയും നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും തേങ്ങ ചിരകിയതും നമ്മുടെ ഈ വാഴക്കൂമ്പും കൂടെ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് തിരുമ്മി വെക്കും. ഉപ്പും കൂടെ ഇട്ട് അതെല്ലാം കൂടെ തിരുമ്മി വെച്ചിട്ടാണ് കടുവറുത്തെടുക്കുന്നത്. ഇന്ന് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം അപ്പം കടുവറുത്ത് കൂമ്പിട്ട് ഇതെല്ലാം ഒരുമിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. സമയമുള്ളപ്പം ആ രീതിയിൽ, സമയമില്ലാത്തപ്പം ഈ ഒരു രീതിയിലൊക്കെ അങ്ങ് പോകും. അപ്പം നമുക്ക് തോരൻ റെഡിയാക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ കൂമ്പ് തോരൻ വെക്കുമ്പം അരി വറുത്ത് ഒക്കെ ഇടാറുണ്ട്. കൂമ്പ് ചീര ഇതൊക്കെ തോരൻ വയ്ക്കുമ്പോൾ അരി വറുത്തിടും. പക്ഷേ ഇപ്പം ഞാനതങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മുടെ റെഡ് റൈസ് അതല്ലേ, നമ്മുടെ കുത്തരിയല്ലേ, അത് റെഡ് കളറൊക്കെ അടിച്ചാൽ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം നല്ലപോലെ കഴുകിയാണ് നമ്മൾ ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ ഈ വറുത്തിടാൻ നേരത്ത് അതങ്ങനെ കഴുകാറില്ലല്ലോ, ഡയറക്റ്റ് എടുത്ത് അങ്ങ് ഇടുകയല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു സംഭവം കാരണം, അതല്ലെങ്കിൽ അത് നന്നായിട്ട് കഴുകി ഉണക്കി വേണം എണ്ണയ്ക്കകത്തേക്ക് ഇടാനായിട്ട്. അതുകൊണ്ട് ഞാനത് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. നമ്മൾ അരിയും ചീരയൊക്കെ ഉണ്ടാക്കുമ്പം അരി വറുത്തിടുക എന്നുള്ള പരിപാടി ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ ഇത്രയേ ഉള്ളൂ. കടുക് വറുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊന്നൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കുക. അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ വീഡിയോസ് ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ തോരൻ ഞാനെല്ലാം ആക്കി വെച്ചു. ഇനി ഞാൻ പോയി ചീരയൊക്കെ കഴുകി എടുത്തുകൊണ്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചീര പച്ചടി വെക്കണം. അതിനിടയ്ക്ക് തേങ്ങയും കൂടെ തിരുമണം. അതും എനിക്ക് ഇന്നലെ പറ്റിയൊരു അബദ്ധമാണ്. തേങ്ങ ഞാൻ ഇന്നലെ വാങ്ങിച്ച് വെക്കാൻ മറന്നത്. ഇന്ന് രാവിലെയാണ് ഞാനത്
എന്താ കുറച്ച് തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് മൊത്തം ഇന്ന് രാവിലത്തേക്കുള്ളത് കാണുമെന്നായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ആക്കിയപ്പോഴാണ് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അറിയുന്നത് തേങ്ങ തോരനുള്ളത് മാത്രമേ ഉള്ളൂ. തേങ്ങ എനിക്കിവിടെ ഇരിപ്പുമില്ല. അപ്പം ഞാൻ തേങ്ങ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ അത് വന്നു. ഇനി അത് തിരുമ്മണം, ചീര വൃത്തിയാക്കണം. ഈ 2 കാര്യങ്ങൾ ഇനി അത് വൻ പണിയാണ്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ചീര പച്ചടി ആയേന്ന്. ഇത് 2 ഇന്നലെ റെഡിയാക്കിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മുടെ അരി ഇവിടെ വിസിലടിക്കുന്നു. അപ്പോൾ നമുക്ക് ഞാൻ കഴുകിയിട്ട് വന്നിട്ട് കാണാം ചീര. അപ്പോൾ ചീര അത്യാവശ്യം ഫ്രഷാന്ന് തോന്നുന്നു. കഴുകി കഴിയുമ്പോൾ ഇതൊന്ന് ഉണർന്നു വരും. അപ്പം ഞാനതിൻ്റെ വേര് ഞാനങ്ങ് കളയും. ഇപ്പം നമ്മൾ അവിയലൊക്കെ വയ്ക്കുമ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അത് ഇങ്ങനെ മുരിങ്ങയ്ക്ക പോലെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അവിയൽ വളരെ കുറവാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് പച്ച ചീരയല്ല, ചുമന്ന ചീരയാകുമ്പം കുറച്ചുകൂടെ ഇഷ്ടം. അതുകൊണ്ട് പച്ച ചീരയായതുകൊണ്ട് ഞാൻ അവിയൽ അധികം വല്ലപ്പോഴും ഒക്കെ വെക്കത്തുള്ളൂ, എനിക്ക് തോന്നിയാലേ വെക്കത്തുള്ളൂ. അപ്പം ചീരയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തോരൻ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് വേഗം സാമ്പാർ ഉണ്ടാക്കാം. അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അവിടെ വെന്തു വന്നു. ഞാൻ മുരിങ്ങയ്ക്ക നേരത്തെ ചേർക്കേണ്ടായിരുന്നു, മറന്നുപോയി. അപ്പം നമ്മൾ ഇപ്പം അങ്ങ് മുരിങ്ങയ്ക്ക ഇട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് അങ്ങ് വേവിക്കുകയാണ്. പിന്നെ നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ വേണ്ടായിരുന്നു, എന്നാലും സാമ്പാറിനൊരു വെണ്ടയ്ക്കയും കൂടെ വഴറ്റി ചേർക്കണം, അപ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ കടുക്, മുളക്, നമ്മുടെ ഉലുവ ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് നമ്മുടെ വറുത്തതിന് ശേഷം അതിനകത്തേക്ക് എനിക്ക് സാമ്പാർ പൊടിയൊന്നുമില്ല. ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, കായം, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം തക്കാളി, വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് ഇനിയും കുറച്ച് നേരം സാമ്പാർ തിളയ്ക്കണം. സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ് എപ്പോഴും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ്, ഒരു ലോ ഫ്ലെയിമിൽ അത് കുറച്ച് നേരം ഇരുന്ന് തിളച്ച് കഴിഞ്ഞാൽ സാമ്പാർ നല്ല എല്ലാം കൂടെ യോജിച്ച് നല്ല ഒരു പരുവത്തിലിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് മാറ്റി അത് ഒരു ലോ ഫ്ലെയിമിൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് ഓഫ് ചെയ്യാൻ മതി. തിളയ്ക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും സാമ്പാറിന് ടേസ്റ്റ് കൂടുന്നു തോന്നിയിട്ട് പെട്ടെന്ന് എടുക്കുന്നതിൽ. പിന്നെ നമ്മുടെ ചീര ഞാൻ വേഗം അരിഞ്ഞു വെക്കുകയാണ്. അത് കഴുകി കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം ഒന്ന് ഉണർന്നു. അപ്പം ചീര ഞാൻ വേഗം ഫുൾ അങ്ങ് അരിയാണ്, കാരണം പിന്നെ ഇനി അതിന് വേണ്ടിയിട്ട് മെനക്കെടണ്ടല്ലോ. മുഴുവനും അങ്ങ് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്ന് കുറച്ചെടുത്ത് പച്ചടി വെക്കുക, ബാക്കി ഞാൻ പിറ്റേ ദിവസം തോരനും ഒക്കെ ആക്കും. ഇവിടെ തോരനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇലയും കുറച്ച് ആ തണ്ടും എല്ലാം കൂടെ കുറച്ച് മതി, ഒരു 2 പിടി മതി, കാരണം പച്ചടിക്ക് അധികം വേണ്ട. അതെല്ലാം കൂടെ നമുക്ക് കുറച്ച് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് വേവിക്കുക. ബാക്കി ചീര നമുക്ക് ഫ്രിഡ്ജിനകത്ത് കയറ്റാം. അപ്പോൾ സാമ്പാർ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ഇത് ഉച്ചയ്ക്കും നമ്മൾ രാത്രിയിലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും. തോരൻ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സാമ്പാർ അതിനകത്ത് വെച്ചിരിക്കുന്ന ഇപ്പോൾ എടുക്കാനുള്ള സാമ്പാർ ഞാൻ അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശ ഞാൻ അതിനിടയ്ക്ക് ചുടുന്നുമുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ജീരകം, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് വെന്ത ചീര ഇലയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ശകലം തൈരും കൂടെ ചേർത്ത് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചീര പച്ചടി ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ ഊണ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഞാൻ ദോശയും കൂടെ ചുട്ടു. പിന്നെ ഞാൻ കൂടുതൽ വലുതായിട്ട് വിശദീകരിക്കാൻ പോയില്ല, കാരണം എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ പാക്ക് ചെയ്യുന്ന വീഡിയോ അതുകൊണ്ട് എടുത്തില്ല. അപ്പം ഞാനെല്ലാം റെഡിയാക്കി പാക്ക് ചെയ്തെല്ലാം ശ്രീഹരി ഓഫീസിൽ പോയി. അവസാനമൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് കൂടുതലൊന്നും കാണിക്കാനും പറ്റിയില്ല, കാരണം കുറച്ച് സ്പീഡായപ്പോൾ പിന്നെ എനിക്കും വിശന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദോശയൊക്കെ ചുട്ട് പച്ചടിയൊക്കെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്ത് വിട്ടു. അപ്പം കുറച്ചുകൂടെ ഒന്ന് ഒരു 6 മണി സമയത്തൊക്കെ എണീറ്റിരുന്നെങ്കിൽ വിശദമായിട്ട് കുറച്ചുകൂടെ ഒന്ന് നല്ലതായിട്ട് എടുക്കാമെന്ന് എനിക്ക് തോന്നി. പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഇനിയും വേറൊരു ദിവസം കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.